ഞാൻ പറയുന്നത് എഴുത്തച്ഛൻ രാമായണ സംഗ്രഹം നടത്തുമ്പോൾ അധ്യാത്മരാമായണത്തെ തന്നെ അദ്ദേഹം പിന്തുടരുമ്പോഴും അദ്ദേഹം ചില സ്ഥലങ്ങളിൽ സംഗ്രഹം നടത്തുകയും ചില സ്ഥലങ്ങളിൽ വിപുലീകരണം നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ കാര്യത്തിൽ വളരെ സ്വതന്ത്രനായിരുന്നു എഴുത്തച്ഛൻ. ആ സ്വാതന്ത്ര്യം എഴുത്തച്ഛൻ എഴുത്തുകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു ആത്മവിശ്വാസത്തിൻ്റെ പ്രതിഫലനം കൂടിയാണ്. സ്വന്തമായിട്ടൊരു ഭാഷ സൃഷ്ടിക്കുന്ന എഴുത്തുകാരന് ആരെ ഭയക്കേണ്ടതുണ്ട്? നമ്മൾ സ്വന്തമായി ഭാഷ സൃഷ്ടിക്കാതിരിക്കുകയും നമ്മൾ നിരന്തരം ഇങ്ങനെ അനുകർത്താവായിരിക്കുകയും മറ്റാളുകൾ എഴുതിയതിനെ മാത്രം നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് ആ ഒരു വാക്ക് ശരിയാണോ എന്ന് എനിക്കറിഞ്ഞുകൊണ്ട് ഒരു ആത്മഭീരുത്വം ഉണ്ടാകുന്നത്. നമുക്ക് നമ്മളെ തന്നെ ഉള്ളിൽ ഭയമായി തുടങ്ങും. ആ ഭയത്തെ മറയ്ക്കാനാണ് നമ്മൾ ബാക്കിയുള്ള എല്ലാ ആലഭാരങ്ങളും ഉപയോഗിക്കുക. എഴുത്തച്ഛൻ അതിൻ്റെ കാര്യം ഉണ്ടായിരുന്നില്ല. വളരെ സാധാരണക്കാരനായി തിരൂരിൽ ജീവിക്കുകയും അതിനും അപ്പുറത്തേക്ക് പോയി ചിറ്റൂരിൽ ജീവിക്കുകയൊക്കെ ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വളരെ സംഘർഷഭരിതമായ ഒരു ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങൾ കടന്നു പോകുമ്പോൾ ഈ ആത്മവിശ്വാസമാണ് പിന്നെയും പിന്നെയും എഴുതാൻ പ്രേരിപ്പിച്ചത്. ഇതിങ്ങനെ അനർഗളം തൻ്റെ ഉള്ളിൽ നിന്ന് താൻ തന്നെ ക്രമപ്പെടുത്തി എന്ന് വിശ്വസിക്കപ്പെടാവുന്ന ഒരു ഭാഷയിൽ അനർഗളം പുറത്തേക്ക് വരുന്ന കാവ്യ നിർജ്ജരിയാണത്, കാവ്യപ്രവാഹമാണത്. ആ കാവ്യപ്രവാഹത്തിൽ എഴുത്തച്ഛൻ ചിലയിടത്ത് സംഗ്രഹിക്കുകയും ചിലയിടത്ത് വളരെ വിപുലീകരിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞു, നമ്മളുടെ അഹല്യയുടെ കഥ എഴുത്തച്ഛൻ അങ്ങനെ വളരെ വിപുലമായി പറഞ്ഞൊരു കഥയാണ്. എന്തിനങ്ങനെ പറഞ്ഞു എന്ന് നമുക്ക് ഇക്കാലത്ത് നിന്ന് നമ്മളുടെ നിരൂപണ ബുദ്ധിയോടുകൂടി നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അഹല്യ എന്നത് ഗൗതമ മുനിയുടെ ഭാര്യയാണ്. വളരെ സാത്വികയായി പതിവ്രതയായി ജീവിച്ചിരുന്ന സ്ത്രീ. ഗൗതമ മുനി രാമായണത്തിലെ ഒരു പ്രധാനപ്പെട്ട മഹർഷിയാണ്. അദ്ദേഹമാണെങ്കിൽ തപസ്വാധ്യായ നിരതനായി ജീവിക്കുന്നു. എല്ലാ സമയത്തും അദ്ദേഹം കൃത്യമായി അദ്ദേഹത്തിൻ്റെ തപസ്സിൻ്റെയും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുടെയും അർച്ചനയുടെയും ഒക്കെ കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുന്നു. അഹല്യ അദ്ദേഹത്തിന് എല്ലാ തരത്തിലും പിന്തുണ കൊടുത്തുകൊണ്ട് ജീവിക്കുകയാണ്. അവിടേക്കാണ് ദേവേന്ദ്രൻ കടന്നു വരുന്നത്. ദേവേന്ദ്രൻ നമ്മളുടെ വേദങ്ങളിലെ ഇന്ദ്രൻ അല്ലല്ലോ, ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും വന്ന ഇന്ദ്രൻ. ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും വരുന്ന ഇന്ദ്രൻ ലോഭിയായിട്ടുള്ള ആളാണ്. അയാൾക്ക് ധാരാളം ലോഭങ്ങളുണ്ട്, അയാൾക്ക് അനേകം ആഗ്രഹങ്ങളുണ്ട്, അയാൾക്ക് സകലതും വെട്ടിപ്പിടിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്, അയാൾക്ക് താനിരിക്കുന്ന സിംഹാസനം നഷ്ടപ്പെട്ടുകൂടാ എന്ന് വിചാരമുണ്ട്, അയാളിൽ ആസക്തിയുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾ അഹല്യ എന്ന ഈ യുവസുന്ദരിയിൽ അയാൾ ആകൃഷ്ടനാവുകയും അയാൾ ആസക്തനാവുകയും ചെയ്തു. അയാൾ ദീർഘകാലം അഹല്യയുടെ പിന്നാലെ സഞ്ചരിച്ചിട്ടാവണം അഹല്യ അവസാനം അയാളോട് സഹകരിക്കാമെന്ന് സമ്മതിച്ചത്. അതിന് കഥയുടെ വേറെ പല കഥകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അഹല്യ സമ്മതിച്ചിട്ട് ഈ കാര്യം മുനി സന്ധ്യാവന്ദനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവിടെ വച്ച് അഹല്യയെയും ഇന്ദ്രനെയും കൂടി കാണുന്നു. അവിടെ വച്ച് കാണുമ്പോൾ അദ്ദേഹത്തിന് അത് നേരായൊരു ബന്ധമല്ല എന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ട് അദ്ദേഹം ചെയ്യുന്നത് രണ്ടുപേരെയും ശപിക്കുകയാണ്. രാമായണത്തിലും മഹാഭാരതത്തിലുമെല്ലാം നിരവധി ശാപങ്ങൾ കാണാം നമുക്ക്. ഈ ശാപങ്ങളെല്ലാം മനസ്സിൻ്റെ ശക്തി കേന്ദ്രീകരിച്ചിട്ട് അത് മറ്റൊരാളിലേക്ക് പ്രയോഗിക്കുകയാണല്ലോ. നമുക്ക് ഏതെങ്കിലും തരത്തിൽ വേദന ഉണ്ടാവുമ്പോൾ, അസംതൃപ്തി ഉണ്ടാവുമ്പോൾ, നമുക്ക് ഭീതി ഉണ്ടാവുമ്പോഴൊക്കെ നടത്താവുന്നൊരു കാര്യമാണല്ലോ ഈ ശാപം. ഇദ്ദേഹം മഹർഷി ആയതുകൊണ്ട് ഇദ്ദേഹം ശപിക്കുന്നു. ഇന്ദ്രനെ അദ്ദേഹം സഹസ്രഭകനായി പോകട്ടെ എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ശരീരം നിറയെ ആ തരത്തിൽ അദ്ദേഹത്തിന് വൈകൃതമുണ്ടാവുന്നു. അത് പിന്നീട് പ്രാർത്ഥിച്ചിട്ടാണ് അദ്ദേഹം 1000 കണ്ണുകളായിട്ട് ഈ സഹസ്രനയനനായിട്ട് മാറുന്നത്. അതൊരു പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് പിന്നീട് മാറ്റിക്കൊടുക്കുന്നതാണ് അങ്ങനെ. അപ്പോൾ അങ്ങനെയുള്ള ഇന്ദ്രൻ്റെ ഒപ്പം അഹല്യയെ ശപിക്കുന്നത് നീ ശിലയായി പോകട്ടെ എന്നാണ്. അങ്ങനെ ശപിക്കുമ്പോൾ അതിനൊരു ശാപമോക്ഷം കൂടി കൊടുക്കുന്നുണ്ട്. ത്രേതായുഗത്തിൽ ശ്രീരാമൻ വരും. ആ ശ്രീരാമൻ വന്നിട്ട് നിനക്ക് പാദസ്പർശം ശ്രീരാമൻ്റെ ഉണ്ടാവുമ്പോൾ നിനക്ക് പഴയ രൂപം തിരിച്ചു കിട്ടും എന്നാണ്. ഈ അഹല്യ ശിലയായിട്ട് എത്രയോ കാലം കിടന്നു, ആണ്ടുകൾ, അനേകം ആണ്ടുകൾ കിടന്നു. ഹല്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉഴുതുമറിക്കുന്ന മണ്ണ് എന്നാണ്. ഹലം നിങ്ങൾക്കറിയാമല്ലോ, കലപ്പ. ഹല്യം എന്ന് പറഞ്ഞാൽ ഉഴുതുമറിക്കുന്ന മണ്ണ്. അഹല്യ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഉഴുതുമറിച്ചിട്ടില്ലാത്ത മണ്ണ് എന്നാണ്. അതൊക്കെ നമ്മൾ കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. ഒരു സ്ത്രീയെ സംബന്ധിച്ച് അങ്ങനെ ഒരു ജീവിതം, ശില പോലെയായി പോയൊരു ജീവിതം, അഥവാ ശിലയായി തന്നെയുള്ള ഒരു ജീവിതം, ആ ജീവിതം അവർ നയിച്ചു വരികയാണ്. അവർ ശിലയായി തീർന്നിരിക്കുന്നു.
അപ്പോഴാണ് യാഗരക്ഷയ്ക്കായിട്ട് വരുന്ന ശ്രീരാമ ലക്ഷ്മണന്മാരെ വിശ്വാമിത്രനുമായിട്ട് വരുന്നത്. വിശ്വാമിത്രനുമായിട്ട് വരുമ്പോൾ ഈ ശ്രീരാമൻ്റെ പാദം ആ ശിലയിലൊന്ന് സ്പർശിക്കുമ്പോൾ ആ ശില അതിൻ്റെ സകല ജാഡ്യവും ഉപേക്ഷിച്ച് അതിൻ്റെ ആ ശിലയുടേതായിട്ടുള്ള സ്വഭാവം ഉപേക്ഷിച്ച് ഇത്രയും നാളുണ്ടായിരുന്ന അതിൻ്റെ സകല വികാരരാഹിത്യങ്ങളെയും ഉപേക്ഷിച്ച് അത് അഹല്യയായി മാറുകയാണ്. ആ അഹല്യയ്ക്ക് ആദ്യത്തെ കാഴ്ച ശിലയായിരിക്കുമ്പോൾ എല്ലാ വികാരങ്ങളും നഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. വികാരരഹിതമായി പോയി, വികാരശൂന്യമാക്കി കളഞ്ഞു മഹർഷി അവരെ. അവർ ശ്രീരാമൻ്റെ സ്പർശം കൊണ്ട് അവർ ഉയർത്തെഴുന്നേൽക്കുന്നത് പോലെ എഴുന്നേൽക്കുമ്പോൾ അവരിൽ ആ വൈകാരികമായിട്ടുള്ള സകല അവസ്ഥകളും സംജാതമായിട്ട് അവരാദ്യമായിട്ട് ശ്രീരാമനെ കാണുന്ന ഒരു വർണ്ണന എഴുത്തച്ഛൻ നടത്തിയിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. പാപനാശനകരനായൊരു ദേവൻ തന്നെ ചാപബാണങ്ങളോടും പീതമാം വസ്ത്രത്തോടും ശ്രീവത്സ വക്ഷസ്സോടും സുസ്മിത വക്ത്രത്തോടും ശ്രീവാസാംബുജദല സന്നിഭ നേത്രത്തോടും വാസവ നീലമണി സങ്കാശഗാത്രത്തോടും വാസവാദ്യ അമരൗഖ വന്ദിത പാദത്തോടും നിന്നു എന്നാണ്. ശ്രീരാമനെ കാണുകയാണ്. ശ്രീരാമനെ കാണുമ്പോൾ എന്താണ് കാണുന്നത് അഹല്യ? ചാപബാണങ്ങളും വസ്ത്രവും മഞ്ഞ വസ്ത്രവും കാണുന്നു. പിന്നീട് കാണുന്ന ശ്രീവത്സമണിഞ്ഞ വക്ഷസ്സാണ്. അദ്ദേഹത്തിൻ്റെ വക്ഷസ് കാണുന്നു. സുസ്മിതമായ ചുണ്ട് കാണുന്നു. ചിരിച്ചുകൊണ്ടിരിക്കുന്ന വക്രം വായ കാണുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ അംബുജദല സന്നിഭമായിട്ടുള്ള നേത്രമാണ് കാണുന്നത്. അങ്ങനെ താമര വിരിഞ്ഞു നിൽക്കുന്ന തടാകത്തിലെ നേർത്ത ഈർപ്പത്തോടു കൂടിയ കണ്ണുകളാണ് കാണുന്നത്. അത് കഴിഞ്ഞിട്ട് കാണുന്നത് വാസവ നീലമണി സങ്കാശഗാത്രമാണ്. ആ ശരീരത്തെ അങ്ങനെ ആഭരണങ്ങൾ അണിഞ്ഞ ശരീരമാണ് കാണുന്നത്. എന്നിട്ടാണ് അദ്ദേഹത്തിൻ്റെ പാദത്തെ വന്ദിക്കുന്നത്. അഹല്യയുടെ ആ കാഴ്ചയിൽ അടങ്ങിയിട്ടുണ്ട് ഇത്രയും കാലത്തെ വികാരരാഹിത്യത്തിൽ നിന്നും ഇത്രയും സുന്ദരമായ ഒരു ദൃശ്യത്തിലേക്കുള്ള ഉയർച്ചയുടെ ദൃശ്യം. ഇതെഴുത്തച്ഛൻ അല്ലാതെ ഒരാൾക്കിങ്ങനെ എഴുതാൻ സാധ്യമല്ല എന്ന് നമുക്ക് തോന്നും. നമ്മൾ വരികൾ വായിച്ചാൽ മാത്രം പോരല്ലോ, നമ്മൾ അതിനകത്തേക്ക് ഇറങ്ങുക കൂടി വേണം. ശിലയിൽ നിന്ന് സ്ത്രീ പിറക്കുകയാണ്. ശിലയിൽ നിന്ന് വികാരശൂന്യമായിരുന്ന ശിലയിൽ നിന്ന് വികാരമുള്ള, സൗന്ദര്യമുള്ള, നന്മയുള്ള, ഭക്തിയുള്ള സ്ത്രീ ഉയർത്തെഴുന്നേൽക്കുകയാണ്. അഹല്യയുടെ തൊട്ട് മുമ്പുള്ള സ്തുതി നിറയെ നിരവധി ഉപമകളും അലങ്കാരങ്ങളും നാമജപങ്ങളുടെ ആവർത്തനങ്ങളും ഒക്കെ ചേർന്ന ഭക്തി നിർഭരമായ സ്തുതിയാണ്. ആ ഭക്തി നിർഭരമായ സ്തുതിയോടൊപ്പമാണ് അഹല്യ ഈ തരത്തിലൊരു ദിവ്യ ദർശനത്തെക്കുറിച്ച് നമ്മളോട് പറയുന്നത്. രാമായണത്തിലെ അഹല്യ മോക്ഷം എന്ന അധ്യായത്തിന് ഒരു പ്രത്യേക സൗന്ദര്യമുണ്ട് എന്ന് നിങ്ങൾക്ക് ഇനി വായിക്കുമ്പോൾ മനസ്സിലാവും. എന്തായാലും ഇത് മനസ്സിലായിട്ടുള്ളവർ ധാരാളം ഉണ്ടാവും എന്നും ഞാൻ വിശ്വസിക്കുന്നു.